പഴയ നിയമത്തിൻ്റെ ആചാരങ്ങൾക്കകത്തൂടെ അല്ല ആരാധനകൾ മുന്നോട്ട് പോകേണ്ടത്. സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയത് ദൈവത്തിൻ്റെ പർവ്വതമെന്ന് ഇറങ്ങിയപ്പോൾ അത് ദൈവത്തിൻ്റെതായി തീർന്നു. കൂടാരത്തിൽ ഇറങ്ങിയപ്പോൾ ആ കൂടാരം ദൈവത്തിൻ്റെതായി തീർന്നു. ഇന്നും മേളിൽ നിന്ന് വെളിപ്പെടാൻ നോക്കിയിരിക്കേണ്ട, അവൻ നിന്റെ അകത്താ തന്നു. നീ ആഗ്രഹിക്കുകയാണ് വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്നിലൂടെ വെളിപ്പെട്ടേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ അത് ഒഴുകിത്തുടങ്ങുവാനിടയായിത്തീരും. ജീവജല നദിയായി ഒഴുകുന്ന സ്ഥലങ്ങൾ മുഴുവൻ ജീവിക്കുന്ന പ്രാണികളുണ്ടാകും. എല്ലാ മരണക്കുരുക്കുകളും മാറിപ്പോകും. മരണ പദ്ധതികൾ മുഴുവൻ മാറിപ്പോകും. മരണ ആക്സിസുകൾ മുഴുവൻ മാറിപ്പോകും. മരണത്തിന് ഹേതുമായ രോഗശക്തികൾ അഴിഞ്ഞു മാറും. മരണത്തിലേക്കും ദ്രവത്വത്തിലേക്കും കാരണമായ പാപ ശാപ ശക്തികൾ അഴിയും. ഗിദെയോനെ പോലെ നിൽക്കണം. ആള് കൂടിയപ്പോൾ ആളെ കുറിച്ചുണ്ടാ യുദ്ധത്തിന് പോയെങ്കിൽ 300 പേര് മതി. അത് ആരാധിക്കുന്നവരാണെങ്കിൽ മിദ്യാനിയ പട്ടാളങ്ങളെ ആക്രമിക്കാനുള്ള ശക്തി നിന്റെ നാവിൻ്റെ അകത്ത് ദൈവാത്മാവ് നൽകും. ഞാൻ ഇന്ന് പകല് അതേ വിളി നിങ്ങളെ നോക്കി വിളിക്കുകയാണ്. അല്ലയോ പരാക്രമശാലിയേ, Shabra kata laba, labra kata labara.